Closed doors, I'm a fool for your love. Hey guys, once again welcome back my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല പോക്കോ X3 NFC-യുടെ അൺബോക്സിംഗ് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മുതൽ. അപ്പോൾ നല്ലൊരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ നല്ലൊരു ബോക്സ് അവർ നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ പോക്കോ X3 NFC ആയിട്ടുണ്ട്. നല്ല കാണാൻ ഭംഗിയുള്ളൊരു ബോക്സാണ്. ഞാനത് അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ബോക്സിലുള്ളത് ഒരു സിം ഇൻജക്ടറും പിന്നെ അതേപോലെ തന്നെ ഒരു ബാക്ക് കവറുമാണുള്ളത്. ഫോണിൻ്റെ ബാക്ക് കവറും പിന്നെ ഒരു മാനുവലുമാണ്. ഇത് നമുക്ക് തൽക്കാലം ഇവിടെ തന്നെ വെക്കാം. നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരാം. അപ്പോൾ ഫോൺ എനിക്ക് ഫസ്റ്റ് എടുത്ത പാടെ തന്നെ എനിക്ക് തോന്നിയത് കുറച്ച് വെയിറ്റ് ഉള്ളതായി തോന്നി. അപ്പോൾ 255 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. നമ്മുടെ പോക്കോ X2 വന്നതിനെക്കാട്ടിയും ഒരു ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഒരുപാടല്ല, ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട് വെയിറ്റിൽ. ഈ ഒരു ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. 6.67 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. കൂടാതെ തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. അതോടെ തന്നെ ടച്ച് സാമ്പിളിംഗ് ആയി 240 ഹെർട്സിനും വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 64 MB വൈഡ് ആംഗിൾ ക്യാമറയും 30 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 2 MBയുടെ മാക്രോയും 2 MBയുടെ ഡെപ്തും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ 20 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റ് ചാർജിങ് ആവുന്നുണ്ട്. 10% ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കുത്തിവെച്ച് 1 മണിക്കൂർ കൊണ്ട് തന്നെ 100% ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പാണ് നമുക്ക് ഇതോടൊപ്പം കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഒരു കാറ്റലോഗും ഒരു വാറൻറ്റി കാർഡുമാണ് വരുന്നത്. പിന്നെ അതോടൊപ്പം വരുന്നത് ഒരു മീഡിയം റേഞ്ച് ക്വാളിറ്റിയുള്ളൊരു ബാക്ക് കവറാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. മീഡിയം റേഞ്ചിൽ ക്വാളിറ്റി ഉണ്ട്. 2 കളർ വേരിയൻ്റാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഒന്ന് ബ്ലൂവും അതുപോലെ തന്നെ ഒന്ന് ഗ്രേയും. ഞാനിതിൽ ബ്ലൂ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും നമ്മളെ ഫോണൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആകുമ്പോൾ നമുക്ക് വരുന്ന ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ പോക്കോൻ്റെ ലോഗോ കാണിച്ചിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അതിനുശേഷം MIUI 12, അതായത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ പറഞ്ഞാൽ MIUI 12ൻ്റെ സോഫ്റ്റ്വെയറാണ്. അതിൻ്റെ ലോഗോ കൂടി നമുക്ക് ഒപ്പം കാണാൻ സാധിക്കും. ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് അലോ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സിം ഇൻജെക്റ്റ് ചെയ്തിട്ടില്ല. ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഒന്ന് വായിച്ചൊന്ന് എഗ്രി കൊടുക്കുക. പിന്നെ ഇതിൽ വരുന്നത് ഫേസ് ലോക്ക് ആൻഡ് ഫിംഗർ പ്രിൻറ്റ്, പിന്നെ പാറ്റേണും പിന്നുമാണ് വരുന്നത്. ഞാൻ പാറ്റേണും സെറ്റാക്കിയിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് നമുക്കൊന്ന് സെറ്റാക്കാം. ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ അല്ല ഈ ഫോണിന് കൊടുക്കുന്നത്. ഈ ഫോണിന് കൊടുക്കുന്ന IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോണുകളിലെല്ലാം പകുതി മുക്കാൽ ഫോണുകളിലെല്ലാം വരുന്നത് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ 7 Pro ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കൊടുക്കുന്നത്. പിന്നെ വരുന്ന പോരായ്മ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഇതിന് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ എനിക്കിതിൻ്റെ പോരായ്മ വെച്ച് വന്നിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ പോക്കോ തരുന്ന ലോഞ്ചർ പറഞ്ഞാൽ പോക്കോൻ്റെ 2.0 ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ചറാണ് തരുന്നത്. എനിക്കെന്തോ വലിയൊരു പോരായ്മയായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനൊരു 60 ഹെർട്സുള്ള ഒരു ഫോണിൽ നിന്നാണ് ഒരു 120 ഹെർട്സുള്ള ഫോണിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ എനിക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഫോണിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമ്മളെ ക്യാമറയുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. ഇവർ പുതുതായിട്ട് നൽകിയിട്ടുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. കുറച്ച് ടൈം യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ വലിയ രീതിയിലുള്ള ഹീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ X2 വന്നിരുന്നു. പോക്കോ X2 വന്നിരുന്നു. ഒരുപാട് ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഒരു തരത്തിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും തന്നെ പോക്കോ X3യുടെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇല്ല. ലിക്വിഡ് കൂൾഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ പോരായ്മകളും ഈ വീഡിയോയിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷോ സം ലവ്, ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.